2014 ഏപ്രിൽ 16 ആറ്റിങ്ങലിൽ ആ ഒരു ചെറിയ വീട്ടിൽ സാധാരണമായൊരു രാവിലെ. പക്ഷേ പിന്നീട് ആ വീട്ടിൽ ഒരു വലിയ ദുരന്തം നടന്നു. ആ വീട്ടിലുണ്ടായിരുന്നത് ലിജീഷിൻ്റെ അമ്മ, കൂടെ അവരുടെ ചെറുമകളായിട്ടുള്ള 4 വയസ്സുള്ള സ്വാസ്തിക. അന്നൊരു യുവാവ് വീട്ടിലേക്കെത്തി. ഞാൻ ലിജീഷിൻ്റെ സുഹൃത്താണ്, വിവാഹക്ഷണം കൊടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. ഓമന അത് വിശ്വസിച്ച് അവനെ ഉള്ളിലേക്ക് വിളിച്ചു. എന്നിട്ട് മകനോട് പറഞ്ഞു, നിന്റെ സുഹൃത്ത് വന്നിട്ടുണ്ട് മോനെന്ന്. പക്ഷേ ആ ആള് സുഹൃത്തല്ല. അവൻ നീനോ മാത്യു, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവൻ ലിജീഷിൻ്റെ ഭാര്യയായിട്ടുള്ള അനുശാന്തിയോടൊപ്പം രഹസ്യബന്ധം പുലർത്തുന്ന ഒരാളായിരുന്നു. ലിജീഷ് അവരുടെ ബന്ധത്തെ ചോദ്യം ചെയ്തതോടെ നീനോയുടെ മനസ്സിൽ ഒരു തെറ്റായ ചിന്ത വളർന്നു. ഈ കുടുംബമുള്ളിടത്തോളം കാലം അനുശാന്തിക്കും നീനോയ്ക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ അവർ ഒരുമിക്കാനുള്ള വഴി ഈ വീട്ടുകാരെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കണമെന്നുള്ള ഒരു തീരുമാനം അവരൊന്നിച്ചെടുത്തു. അന്ന് ഓമനയും സ്വാസികയും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. വീടിനുള്ളിൽ അന്ന് എന്തോ വലിയൊരു ദുരന്തം സംഭവിച്ചു. അവരെ രക്ഷിക്കാൻ ആർക്കും ആ സമയത്ത് പറ്റിയിരുന്നില്ല. അതിനിടെ ലിജേഷ് വീട്ടിലെത്തുമ്പോൾ നീനോ അവനെയും ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് അവൻ പോലീസിനെ വിളിക്കുകയായിരുന്നു ചെയ്യുന്നത്. 24 മണിക്കൂറിനുള്ളിൽ നീനോ പിടിയിലായി. അവനെല്ലാം സമ്മതിച്ചു. അനുശാന്തിയും പദ്ധതിയെക്കുറിച്ച് അറിയാമെന്ന് തെളിഞ്ഞു. 2016 കോടതി നീനോയ്ക്ക് മരണശിക്ഷ നൽകി, അനുശാന്തിക്ക് ജീവപര്യന്തം. 2024 ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷ മാറ്റി. നീനോയ്ക്ക് ഇനി 25 വർഷം റിമിഷൻ ഇല്ലാതെ ജീവപര്യന്തം. അനുശാന്തിക്ക് ശിക്ഷ ഉറപ്പിച്ചു. ആറ്റിങ്ങൽ ട്വിൻ മർഡർ ഒരു തെറ്റായ ബന്ധം, ഒരു തെറ്റായ തീരുമാനം, ഒരു കുടുംബത്തെ ഒരു രാത്രി കൊണ്ട് തകർത്ത സംഭവം. കൂടുതൽ ക്രൈം സ്റ്റോറീസ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്റ്റേ ട്യൂൺ. താങ്ക് യു.